സുവിശേഷമാണ് നല്ല വാർത്തയാണ്. അനേക കുടുംബങ്ങളെ തകർച്ചയിൽ നിന്ന് വിടിവെച്ചത്, അനേക പാപികളെ രക്ഷയിലേക്ക് കൊണ്ടുവന്നത്, അനേക രോഗികളെ സൗഖ്യമാക്കിയത്, ഒരു സമൂഹത്തിന് നല്ല പൗരനെ കൊടുത്തത്, കുടുംബങ്ങളുടെ അടിസ്ഥാന ഉറപ്പിച്ചത് മറ്റൊന്നുമല്ല, യേശു ക്രിസ്തുവിൽ കൂടെയുള്ള വിശ്വാസവും. യേശു ക്രിസ്തുവിനെ ഒരു വ്യക്തി വേർതിരിക്കപ്പെട്ട് അവന്റെ ജീവിതത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ അവന്റെ കുടുംബത്തിൽ അടിസ്ഥാനപരമായി ഉണ്ടാകുന്ന സന്തോഷമാണ് ഒരു മനുഷ്യ ജീവന്റെ ഏറ്റവും വലിയ വിലമതിക്കുവാനാകാത്ത ആ സമാധാനത്തിന്റെ സന്തോഷമാണ്. പല കുടുംബങ്ങളും ഞങ്ങളുള്ള യൗവനക്കാരും ഇന്ന് ഈ യേശുവിന്റെ മാർഗത്തിലേക്ക് തിരിക്കുവാൻ കാരണമായ പ്രേരക ശക്തി. അഡിക്ഷൻ സെന്റർ കൊണ്ട്, ഇവിടുത്തെ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ കൊണ്ട് ഇവിടെ ആരെയും നന്നാക്കാൻ കഴിയുകയില്ല. എന്നാൽ നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയും, ഇന്നലകളിൽ ലഹരി കടിമയായി നാടിനും വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും തലവേദനയായി മാറിയ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ ഈ ഏലപ്പാറയിലും അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയൂ, ഇതിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചൊരു മാർഗമുണ്ട്. അത് ഡി അഡിക്ഷൻ സെന്റർ അല്ല. ഇതിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചൊരു മാർഗമുണ്ട്. അത് പ്രത്യയശാസ്ത്രങ്ങളല്ല. ഇതിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച ഏക മാർഗം കർത്താവായ യേശുവിന്റെ സുവിശേഷമാണ്. പ്രിയരെ, ഞാൻ വാക്കുകൾ പരിമിതപ്പെടുത്തുമ്പോൾ ഇങ്ങനെ പറയാൻ താല്പര്യപ്പെടുകയാണ്. ഇന്ന് കാണുന്ന ഈ പ്രശ്നങ്ങളുടെ എല്ലാം മൂലകാരണം വിദ്യാഭ്യാസമില്ലായ്മയല്ല, തൊഴിലില്ലായ്മയല്ല, സാംസ്കാരിക മൂല്യങ്ങൾ കുറയുന്നത് കൊണ്ടല്ല. ഇന്ന് സമൂഹം നേരിടുന്ന സകല പ്രശ്നങ്ങളുടെയും മൂല കാരണമെന്ന് പറയുന്നത് മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപമാണ്. വിശുദ്ധ ബൈബിൾ ഉറക്കെ പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവത്തിന്റെ തേജസ്സില്ലാത്തവരായി തീർന്നു. മതങ്ങളും മനുഷ്യനെ നോക്കി പാപി എന്ന് മുദ്രകുത്തി വിളിക്കുമ്പോൾ പാപികളെ രക്ഷിപ്പാൻ സകല മതങ്ങളും മൗനം ദീക്ഷിച്ചപ്പോൾ പാപികൾക്ക് ഒരു രക്ഷകനെ സമ്മാനിച്ച ഏക ഗ്രന്ഥം ഞങ്ങൾ ഉറപ്പിച്ചു പറയട്ടെ, അത് വിശുദ്ധ ബൈബിൾ അല്ലാതെ വേറൊരു മതഗ്രന്ഥവുമല്ല. ബൈബിളിൽ ഉറക്കെ പറയുന്നു, മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യർക്കിടയിൽ യേശു എന്ന ഏകനാമമല്ലാതെ രക്ഷയ്ക്ക് വേറെ നാമമില്ല. ആത്മരക്ഷ അത് വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അത് ദാനം ദാനം ദാനം. കൃപയാലത്രേ ആത്മരക്ഷ അത് വിശ്വാസത്താൽ നേടുക. വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല, അത് ദാനം ദാനം ദാനം. യേശു ക്രിസ്തു തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു ക്രിസ്തുവിൽ നിന്ന് നാം വന്നു, നാം യേശു ക്രിസ്തുവിലേക്ക് തന്നെ ചെന്നു ചേരുന്നു. ആകയാൽ മരണത്തിനപ്പുറമായ നിത്യതയുടെ ജീവിതത്തിലേക്ക് കടന്നു പോകുവാൻ ഒരുങ്ങുന്ന മനുഷ്യനെ, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയെന്ന് നീ ഓർത്ത് മാനസാന്തരപ്പെടുക. ഈ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വന്നിരിക്കുന്നുവെന്ന് ബൈബിളിൽ പറയുന്നത് പോലെ നാം കാണുകയാണ്. ഒരിടത്തും സമാധാനമില്ല, ഒരിടത്തും സ്വസ്ഥതയില്ല. മദ്യവും ലഹരിയും MDMA പോലെയുള്ള മാരക വിഷങ്ങൾ കാരണമോ അപ്പനും മകളെ കാണാൻ പറ്റുന്നില്ല, സഹോദരന് സഹോദരിയാണെന്ന് ഓർക്കാൻ പറ്റുന്നില്ല. ഇന്ന് പകൽ നാം തിരിച്ചറിയേണ്ടത് എന്തെന്നാൽ പരസ്പര രക്തബന്ധങ്ങൾ പോലും തമ്മിൽ എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയത്തില്ലാത്ത വല്ലാത്ത കാലത്ത് നാം ജീവിക്കുമ്പോൾ ഒന്ന് ഓർക്കുക, ഈ ദുഷ്ടകാലത്ത് നിന്ന്, ഈ ദുഷ്ലോകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ ഒരു വഴിയുണ്ടെങ്കിൽ, ഒരു മാർഗമുണ്ടെങ്കിൽ അത് ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമമാണ്. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമമാണ്.
വിദേശത്തുള്ള ഞങ്ങളെ ദൂരത്തും ചാരിത്രമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളുടെ സഹോദരി സഹോദരന്മാരെ പലരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് എത്തിക്കുന്നു. നാം ഈ ലോകത്തിന്റെ കെട്ടുപാടുകളിലെ ഈ ലോകത്തിന്റെ മോഹങ്ങളിലോ കഴിഞ്ഞുകൂടാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ആവശ്യമാണെന്ന് അന്ന് അവർക്ക് നൽകി കൊടുക്കേണ്ടതിന് കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവരെ മുൻകൂട്ടുകയാണ്. ഈ രാവിലെ ഞങ്ങൾ പ്രഭാത വന്ദനത്തെ അറിയിക്കുകയാണ്. കവലകൾ തോറും യാതൊരു ലജ്ജയും യാതൊരു മടിയും കൂടാതെ ഈ സന്ദേശമായി കടന്നു വരുവാൻ ഞങ്ങളെ ഉത്സാഹിപ്പിക്കുന്നതായ ചേതോവികാരം എന്ന് പറയുന്നത്, ഒരു കാലത്ത് ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ മാതാപിതാക്കൾക്കും ദേശത്തിനും ദേശക്കാർക്കുമൊക്കെ തലവേദനയായി മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായും വളരെ പ്രശ്നങ്ങൾ ദേശിച്ചുകൊണ്ട് ജീവിതം നയിച്ചതായ പ്രിയപ്പെട്ടവരാണ് ഞങ്ങളിൽ പലരും. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ കൊല്ലുന്നു, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, കുഞ്ഞുങ്ങളെ പാറമേൽ അടിച്ച് കൊല്ലുന്നു. ഇതെന്തൊരു ലോകമാ! എന്താണെന്നറിയാമോ? യേശുവിന്റെ സ്നേഹം നിങ്ങൾ അറിയുന്നില്ല. യേശുവിന്റെ സ്നേഹം നിങ്ങൾ അനുഭവിച്ചാൽ നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയും. നിങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമുണ്ട്, നിങ്ങളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിങ്ങളെ ഒരു നാളും തള്ളിക്കളയത്തില്ല. കാത്തുകൊള്ളണമേ, കൃപകൊണ്ട് ദൈവം നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവും അനുഗ്രഹം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ആക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു രക്ഷയില്ല. ആമേ. ആകാശത്തിന് കീഴിൽ മനുഷ്യൻ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ, അതാണ് കർത്താവായ യേശു ക്രിസ്തു. അവന്റെ നാമത്തിൽ പാടി സ്തുതിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുമെന്ന് വചനം പറയുന്നുവല്ലോ. ആ വചനപ്രകാരം ഞങ്ങൾക്ക് ജീവിപ്പാൻ ഞങ്ങൾ ഒരു കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമം തന്നെ. രക്ഷയ്ക്കായി യേശുവിന്റെ ആദിയിൽ വരിക, യേശുവിനെ സ്വീകരിക്കുക. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു.